ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 21 ബൈബിൾ ക്വിസ്. ബെന്യാമീന്യരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഇസ്രയേല്യർ മിസ്പയിൽ വെച്ച് എന്ത് ശപഥം ചെയ്തു? നമ്മിൽ ആരും തൻ്റെ മകളെ ഒരു ബെന്യാമീന്യന് ഭാര്യയായി കൊടുക്കരുത് എന്ന്. ബെന്യാമീന്യരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ജനം യഹോവയുടെ സന്നിധിയിൽ എവിടെ ഇരുന്നു? ബേഥേലിൽ. ജനം ബേഥേലിൽ ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്ന് എന്ത് ചെയ്തു? ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു. ജനം ബേഥേലിൽ ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ച യഹോവയോട് എന്തു പറഞ്ഞു? ഇന്ന് ഇസ്രയേലിൽ ഒരു ഗോത്രം ഇല്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രയേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്നു പറഞ്ഞു. പിറ്റേന്നാൾ ഇസ്രയേൽ ജനം അതികാലത്ത് എഴുന്നേറ്റ് ബേഥേലിൽ യഹോവയുടെ സന്നിധിയിൽ എന്തെല്ലാം അർപ്പിച്ചു? ഒരു യാഗപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാത്തവൻ എന്ത് അനുഭവിക്കണം എന്ന് ഉഗ്രശപഥം ചെയ്തു. മരണശിക്ഷ അനുഭവിക്കണം. ബെന്യാമീന്യരെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്രയേല്യർ എന്ത് പ്രതിജ്ഞയാണ് എടുത്തിരുന്നത്? ശേഷിച്ചിരിക്കുന്ന ബെന്യാമീന്യർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുത് എന്ന്. ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇസ്രയേല്യർ അന്വേഷിച്ചപ്പോൾ ആർ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. ഗിലെയാദിലെ യാബേശിൽ നിന്ന് ആരും. ശേഷിച്ച ആളുകൾക്ക് ഭാര്യമാരെ നൽകാൻ ഇസ്രയേല്യർക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? ശേഷിച്ചിരിക്കുന്നവർക്ക് അവരുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുത് എന്ന് അവർ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ട്. ഗിലെയാദിലെ യാബേശിലേക്ക് സഭ ആരെയാണ് അയച്ചത്? പരാക്രമശാലികളായ 12,000 പേരെ. പരാക്രമശാലികളായ 12,000 പേരെ അവിടേക്ക് അയച്ച് അവരോട് കൽപ്പിച്ചത് എന്താണ്? ഗിലെയാദിലെ യാബേശ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുവീൻ. ഗിലെയാദിലെ യാബേശിൽ നിന്ന് ബെന്യാമീന്യർക്കായി എത്ര കന്യകമാരെ കനാൻ ദേശത്തിലെ ശീലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു? 400 പേരെ. സർവ്വസഭയും എവിടുത്തെ ബെന്യാമീന്യരോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാനാണ് ആളയച്ചത്? റിമ്മോൻ പാറയിലെ. ശീലോയിലെ ഇസ്രയേല്യരുടെ സഭ റിമ്മോൻ പാറയിൽ നിന്ന് മടങ്ങി വന്ന ബെന്യാമീന്യർക്ക് എന്താണ് നൽകിയത്? ഗിലെയാദിലെ യാബേശിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ. ഗിലെയാദിലെ യാബേശിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ റിമ്മോൻ പാറയിൽ നിന്ന് മടങ്ങി വന്ന് ബെന്യാമീന്യർക്ക് കൊടുത്തതിനു ശേഷം ഇസ്രയേല്യർ നേരിടുന്ന പ്രശ്നം എന്തായിരുന്നു? ബെന്യാമീന്യർക്ക് യാബേശിലെ സ്ത്രീകളെ കൊണ്ട് തികഞ്ഞില്ല. ശീലോയിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവം ഉള്ളതെവിടെ? ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ശേഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബോനയ്ക്ക് തെക്കും. ബെന്യാമീന്യർ ശീലോവിൽ എന്ത് ചെയ്യാൻ ഇസ്രയേല്യർ കൽപ്പിച്ചു? ബെന്യാമീന്യർ ചെന്ന് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിപ്പാനും ശീലോവിലെ കന്യകമാർ നിരനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓരോരുത്തൻ ശീലോവിലെ കന്യകമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമീൻ ദേശത്തേക്ക് പോയിക്കൊള്ളാനും കൽപ്പിച്ചു. ശീലോയിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം പിടിച്ചതിനു ശേഷം ബെന്യാമീന്യർ എന്ത് ചെയ്തു? തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിച്ചെന്ന് പട്ടണങ്ങളെ വീണ്ടും പണിത് അവയിൽ പാർത്തു. ഇസ്രയേൽ മക്കളും അക്കാലത്ത് എവിടം വിട്ട് എങ്ങോട്ട് പോയി?
ഓരോരുത്തൻ താന്താന്റെ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി. ഇസ്രയേലിന് രാജാവില്ലാത്ത കാലത്ത് എല്ലാവരും എന്തു ചെയ്തു? ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.